C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. നീ എന്താ ഭ്രാന്ത് പറയാണോ? അല്ലമ്മേ, അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ കാരണം ഇനി ഈ വീട്ടിൽ ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്ത് വഴക്കു മോളെ? ബാലി കാണിച്ച അഹങ്കാരത്തിന് ഇവൻ അവനെ തല്ലി. അതിന് നിന്നെ ആരാ കുറ്റം പറയുന്നത്? നീ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. അല്ലമ്മേ, ഞാൻ വളരെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനം ഇത്. എന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണല്ലോ DK എൻ്റെ അനിയത്തിയുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചത്. ആ കല്യാണം നടന്നില്ലല്ലോ. അപ്പൊ പിന്നെ ആ വാക്ക് പാലിക്കേണ്ട കാര്യമൊന്നുമില്ല. പോകാനും പോകാതിരിക്കാനും ഒക്കെ ഓരോരുത്തർക്കും അവകാശമുണ്ട്. ഏട്ടാ, ഏട്ടത്തി ഇവിടുന്ന് പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മോളെ, ഇവൻ നിന്റെ ഹസ്ബൻഡാ. അവൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് ഇങ്ങനെ പിണങ്ങി പോവാണ് ചെയ്യേണ്ടത്. ഏട്ടത്തി, എടുത്തു ചാടി ആവശ്യമില്ലാത്ത ഒരു തീരുമാനം എടുക്കരുത്. ശിവ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നല്ലതുപോലെ ആലോചിച്ചിട്ട് തന്നെയാ ഈ തീരുമാനം എടുത്തത്. നിങ്ങളൊക്കെ ഇവിടെ ഒത്തൊരുമയായിട്ട് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയേ പറ്റൂ. നിന്റെ അനിയത്തിക്ക് ഞാൻ കൊടുത്ത വാക്കിൽ മാറ്റമില്ല. എന്ത് തീരുമാനം എടുക്കാനും നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആരെയും പിടിച്ചു നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പോകുന്നവർക്ക് പോകാം. അങ്ങനെ അവൾ എങ്ങോട്ടും പോകുന്നില്ല. അവള് വെറുതെ പറഞ്ഞതാ അല്ലേ മോളെ? അല്ലമ്മേ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഏട്ടാ, ഏട്ടത്തിയോട് പോരെന്ന് പറയേട്ടാ. ശിവ, നിങ്ങളുടെ ആരുടെയും തെറ്റുകൊണ്ടല്ല, ഇതെന്റെ മാത്രം തീരുമാനമാണ്. എനിക്ക് നിങ്ങൾ ആരോടും പരാതിയോ പരിഭവമോ ഒന്നുമില്ല. നിങ്ങളെല്ലാം എന്നും എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അമ്മ തന്ന ധൈര്യവും സ്നേഹവും എന്നെ ഇത്രയും കാലം ഇവിടെ പിടിച്ചു നിർത്തിയത്. അമരാവതി പഴയതുപോലെ എന്നും സന്തോഷമായിട്ടിരിക്കാൻ ഞാൻ പോയേ പറ്റൂ. ഹിറ്റ്ലറെ, മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ തയ്യാറാക്കാൻ വക്കീലിനെ ഏർപ്പാടാക്കിക്കോ. ഒപ്പിടാൻ ഞാൻ റെഡിയാ. അതെ, നിങ്ങൾ അറിഞ്ഞത് സത്യമാണ്. ഡിവോഴ്സിന് മ്യൂച്വൽ പെറ്റീഷൻ കൊടുക്കാൻ വക്കീലിനെ ഏർപ്പാട് ചെയ്യാൻ ഞാൻ DKയോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ സന്തോഷമാവുമെന്ന് എനിക്കറിയാം. ആ സന്തോഷം നിങ്ങളുടെ മുഖത്ത് കാണാനും ഉണ്ട്. പക്ഷേ നിങ്ങളോട് എനിക്ക് പിണക്കവും പരിഭവവും ഒന്നുമില്ല. ഇതെന്റെ വിധിയാ. ഇപ്പോഴാ നീ നിന്റെ ജീവിതത്തില് കറക്റ്റായ ഒരു തീരുമാനം എടുത്തത്. ഇതുവരെ DK നിന്നെ ഭാര്യയായി അംഗീകരിക്കാത്ത സ്ഥിതിക്ക് സ്വന്തം ജീവിതം കളഞ്ഞ് നീ ഈ അമരാവതിയിൽ തുടരുന്നതിന് ഒരർത്ഥവും ഇല്ല. നീ പറഞ്ഞത് ശരിയാ. എനിക്കിപ്പോഴത് മനസ്സിലായത്. അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ ഇനിയൊരു പ്രശ്നം ഇവിടെ ഉണ്ടാവരുത്. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. ഒരു കാര്യമില്ലാതെ നിങ്ങളുടെ അമ്മായിയമ്മ കളിച്ചിവിടെ ജീവിക്കുന്നതിൽ ഒരർത്ഥമില്ലെന്ന് എനിക്ക് തോന്നി. നമ്മൾ കൊടുക്കുന്നതെല്ലാം തിരിച്ചു കിട്ടണമെന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. എങ്കിലും ചിലതൊക്കെ തിരിച്ചു കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോവില്ലേ? ഇതിപ്പോ നിങ്ങൾ എത്രയോ കാലമായിട്ടൊന്ന് ആഗ്രഹിക്കുന്നതാ ഞാൻ ഇവിടുന്ന് പോണോന്ന്. പക്ഷെ നിങ്ങൾക്കിത് സാധിച്ചു തരാൻ ഇപ്പോഴാണ് എന്നെ കൊണ്ട് കഴിഞ്ഞത്.
നീ വിഷമിക്കണ്ട. നിനക്ക് എത്ര നഷ്ടപരിഹാരം വേണമെങ്കിലും ഞങ്ങള് DKയോട് പറഞ്ഞു വാങ്ങിച്ചു തരാം. എന്റെ നഷ്ടത്തിന്റെ കണക്കെ അത് നിങ്ങൾക്ക് അളക്കാവുന്നതിനും അപ്പുറത്താ. അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ വെറുതെ സമയം കളയണ്ട. എന്റെ നഷ്ടം ഞാൻ തന്നെ നികത്തിക്കോളാം. എന്തായാലും നിങ്ങൾക്കിപ്പോ സന്തോഷമായില്ലേ? എനിക്ക് അത് മതി. അങ്ങനെ നമ്മളുടെ എല്ലാം ജീവിതത്തിന് ഭീഷണിയായിരുന്ന ഒരുവൾ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് പോകാൻ പോകുന്നു. ഇതൊന്ന് ആഘോഷിക്കണം അയച്ചി. ആഹ്ലാദിക്കാനും ആഘോഷിക്കാനും ഒക്കെ വരട്ടെ. തൽക്കാലം അവള് പോകുന്നതില് നമുക്ക് സന്തോഷമുണ്ടെന്ന് ആരുടെയും മുമ്പിൽ പ്രദർശിപ്പിക്കണ്ട. മനസ്സിലായോ? ഉള്ളിലെ സന്തോഷം മനസ്സിൽ അടക്കി വെച്ചാ മതി. അയ്യോ എന്റെ മായേച്ചി, എനിക്ക് അങ്ങനെ അടക്കി വെക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഈ സന്തോഷം ഒന്ന് പ്രകടിപ്പിച്ചേ പറ്റൂ. അവളൊന്ന് പോയിട്ട് വേണം എനിക്കൊന്ന് തുള്ളിച്ചാട്. ഒരു ശനിദശ ഈ വീടിന്റെ മുകളിൽ നിന്ന് ഒഴിഞ്ഞു പോയിന്ന് വിചാരിച്ചാ മതി. അവള് തന്നെ സ്വയം ഒഴിഞ്ഞു പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് അവളോട് എന്ത് ശത്രുത? ഇനി ഇവിടെ നിന്നും അവള് പോകുന്നത് വരെ അവൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കണം. വേണ്ടി വന്നാൽ ഒരു വക്കീലിനെ ഏർപ്പാടാക്കി കൊടുക്കണം. അതിന്റെ ഒന്നും ആവശ്യം വരില്ല. അതൊക്കെ DK തന്നെ ചെയ്തോളൂ. ഇവളോട് എങ്ങനെ സ്നേഹത്തോടെ പെരുമാറണമെന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് സങ്കടം. സന്ദർഭത്തിനനുസരിച്ച് പെരുമാറണം. ഉള്ളില് സന്തോഷം അടക്കി വെച്ചുകൊണ്ട് സങ്കടം പുറത്തു കാണിക്കേണ്ടി വരും. ചിലപ്പോ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഉള്ളില് കരയേണ്ടിയും വരും. ഇതൊക്കെ ജീവിതത്തില് എല്ലാവരും അനുഭവിക്കുന്ന സന്ദർഭങ്ങൾ തന്നെയാ. DKയുടെ മുമ്പില് നമ്മൾ ഒന്നും അറിയാത്ത പോലെ അങ്ങ് നിന്നാ മതി. നമുക്കിതിനകത്ത് സന്തോഷവും ഇല്ല, സങ്കടവും ഇല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.